Download now. CC Learning app. Hi all, welcome to Competitive Cracker. ഞാൻ ധന്യ. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ പഠനം എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ സെറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക ആൻഡ് പഠിക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സൈക്കോളജി പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ സൈക്കോളജി പാർട്ട് വരുന്നത് നമ്മുടെ യൂണിറ്റ് 4 അല്ലേ, 4ാമത്തെ യൂണിറ്റിൽ 3ാമത്തെ മൊഡ്യൂളിലാണ് സൈക്കോളജി പാർട്ട് വരുന്നത്. ലേണിംഗ് തിയറീസ് അതിൽ പഠിക്കാനായിട്ടുണ്ട്. അതായത് സൈക്കോളജി റിലേറ്റഡ് തിയറീസും അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു സൈക്കോളജി പാർട്ടിൽ പഠിക്കാനായിട്ടുണ്ട്. കൂടുതൽ മാർക്ക് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് ആ ഒരു സൈക്കോളജി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും BEdന് സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ. BEd പഠിച്ചവരുണ്ടാവും, MEd പഠിച്ചവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സെറ്റ് എക്സാമിനായിട്ട് നമുക്ക് ഈ സൈക്കോളജി പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും വിചാരിക്കും. പക്ഷേ അത് നിങ്ങളുടെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം നമ്മൾ ഈ BEdന് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്ക് എന്ത് വേണം, നമുക്ക് മാർക്ക് വേണം, മീൻസ് എസ്സേ ചോദിച്ചാൽ മാർക്ക് വേണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകെ 1, 2, 3 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ എക്സാമിന് ചോദിക്കുള്ളൂ. ബാക്കിയെല്ലാം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിൽ ചോദിക്കുന്നത്, BEdനും അല്ലെങ്കിൽ MEdനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ പിയാഷിൻ്റെ ഒരു തിയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും, ചുമ്മാ ഒന്ന് വായിച്ചു വിടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കഥ പോലെ എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ഒരു കേസിൽ, അതായത് സെറ്റിൻ്റെ എക്സാമിൻ്റെ കേസിൽ നമുക്ക് കേട്ടറ്റിന് പോലും ശരിക്കും അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. BEd റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി മാത്രം പഠിച്ചതുകൊണ്ട് കേട്ടറ്റ് എക്സാം ക്വാളിഫൈഡ് ആകാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ പിന്നെ സെറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. കാരണം സെറ്റിനെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രാക്ടീസിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം അത് അങ്ങനെ മാത്രം പഠിച്ചതുകൊണ്ടായില്ല, നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെറ്റ് എക്സാമിന് വരുന്നത്, ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചൊന്ന് പറയുവാണ്. സോ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ CC ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ കാണുന്നത്. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ദെൻ ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഉണ്ട്, ദെൻ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. സോ നമ്മുടെ CC ലേണിംഗ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് പിന്നെ പറയാനുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ സെറ്റ് ഒരു രീതിയിൽ പഠിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ വൈഡായിട്ട്, നമുക്കറിയാം നമ്മുടെ സിലബസ് ഭയങ്കര വൈഡാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് കിട്ടണമെന്നില്ല. പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് സെറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ സെറ്റ് എന്നുള്ള, അതും ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം, ഒരു ടൈം ടേബിൾ വൈസ് പഠനം, കൃത്യമായിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. സോ അങ്ങനെ പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിനെയാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇതിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പോസ്റ്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത്രയും സ്റ്റുഡൻസ് ആണ് നമ്മുടെ സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുപാട് വലിച്ചു വാരി പഠിച്ച് ഒരുപാട് ടൈം എടുത്തിരുന്ന് പഠിച്ചവരൊന്നുമല്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഗ്യാപ്പ് വന്ന സ്റ്റുഡൻസ് ഉണ്ട്, ആൻഡ് ഒരുപാട് നമ്മുടെ PG അല്ലെങ്കിൽ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതിനായിട്ട് മാത്രം ഇരുന്ന് പഠിക്കുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്നില്ലെങ്കിൽ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അതിനിടയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ടൈം കണ്ടെത്തി സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പഠനം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ തവണത്തെ സെറ്റ് ക്വാളിഫൈഡ് ആയത്. സോ നിങ്ങൾക്കും അങ്ങനെ ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പഠനം നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇനിയും സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നവരിൽ തന്നെ ഉണ്ട്, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലും ഒക്കെ ജോയിൻ ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള ടൈം ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ നമ്മുടെ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, സൈക്കോളജി പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ബി.എഡിലൊക്കെ പഠിച്ച കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ആ തിയറിയും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പൊടിതട്ടി എടുക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഡീപ്പ് നോളജ്, ഒരു ഡീപ്പ് ലെവലായിട്ടുള്ളൊരു സ്റ്റഡി നമുക്ക് ആവശ്യമുണ്ട്. അതായത് അത് നിങ്ങൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചുമ്മാ നോക്കിയത് കൊണ്ട് മാത്രം, ഞാൻ അത് ഏറ്റവും ബേസിക് ലെവലിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അത് മതി എന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ അത് പോരാ. കാരണം അത് ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ആ പൊടിതട്ടി എടുത്തുള്ള ആ ഒരു പഠനം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള പഠിക്കാനുള്ളൊരു ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ഏരിയാസ്, നമ്മുടെ സൈക്കോളജിയിലും ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോക്കസ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അടുക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങൾ കവർ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു തരത്തിൽ നമ്മൾ എത്തപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ രണ്ടാമത്തായിട്ട് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ പറഞ്ഞ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അടുത്തത് ഫോക്കസ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേട്ടറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല സെറ്റിൽ വരുന്നത്. സെറ്റിൽ എന്തുകൊണ്ടും ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുമല്ല കേട്ടോ. അതായത് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് താനെ ബോധ്യമായിക്കോളും. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ നോക്കിക്കേ, ഫോർ ടീച്ചിങ് ആൻസിയന്റ് സിവിലൈസേഷൻ ടീച്ചർ അറേഞ്ചസ് ഫോർ ദ സ്റ്റുഡൻസ് ടു അണ്ടർടേക്ക് ആൻ ആർക്കിയോളജിക്കൽ dig in a large sandbox. As the students find the different objects, the teacher introduces the classifying techniques. Okay, the students are encouraged to, ഒന്നാമത്തെ കാര്യം, set up a group museum by developing criteria and choosing which objects should be belong. ഇനി collaborate with other students who worked in different quadrants of the dig. Then each group is then asked to develop the theories about the civilizations that inhabited the area. So this teaching can be called as, അത് അഡ്വാൻസ് ഓർഗനൈസർ ആണോ, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണോ, ഇൻഡക്റ്റീവ് ഇൻക്വയറി ആണോ, ക്രിട്ടിക്കൽ പെഡഗോഗി ആണോ? ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ക്വസ്റ്റൻ ആണ് അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് തന്നെയാണിത്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ സൈഡാവും. അത് സൈഡാവും മീൻസ് നമ്മൾ നെഗറ്റീവ് ആവും അല്ലേ? ചിലപ്പോൾ ചിലർക്ക് കിട്ടും കേട്ടോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് കിട്ടും. പക്ഷേ ക്വസ്റ്റൻ വായിച്ച് ചിലപ്പോൾ ക്വസ്റ്റൻ മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഒരു ടൈം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമ്മുടെ ബി.എഡിൽ പഠിച്ച, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തിയറീസ് പഠിച്ചത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലുള്ളൊരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ മനസ്സിലാവില്ലെങ്കിലും ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻസ് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അഡ്വാൻസ് ഓർഗനൈസർ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? അഡ്വാൻസ് ഓർഗനൈസർ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമുക്കറിയാം ആരുടെയാണ്, ഡേവിഡ് പി ഓസ്ബലിൻ്റെ ആണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. സോ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് പഴയ ഇൻഫോർമേഷനെ പുതിയ ഇൻഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് നമ്മുടെ ഡേവിഡ് പി ഓസ്ബൽ ഡെവലപ്പ് ചെയ്ത ടൂളാണ് നമ്മുടെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ പഴയ കാര്യം പുതിയ കാര്യം എന്നൊന്നും ഈ ക്വസ്റ്റനിൽ പറയുന്നേ ഇല്ല അല്ലേ? അതായത് കുട്ടിയുടെ എക്സിസ്റ്റിംഗ് നോളജിൽ പുതിയ ഇൻഫോർമേഷൻ വരുന്ന സമയത്ത് അത് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദ ലേണിംഗ് ബിക്കം മീനിങ് ഫുൾ അല്ലേ? ലേണിംഗ് മീനിങ് ഫുൾ ആവും. അതാണ് നമ്മുടെ മീനിങ് ഫുൾ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. സോ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മുടെ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായാലും അഡ്വാൻസ് ഓർഗനൈസർ അല്ല എന്ന് നമുക്കറിയാം. ദെൻ ഇൻഡക്റ്റീവ് ഇൻക്വയറി ഇവരെന്തെങ്കിലും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇവിടെ? അതുമില്ല. അപ്പോൾ അതും അവിടെ തെറ്റാണ്. ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്വസ്റ്റനിങ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുന്നു. അവർക്ക് ഇപ്പോൾ ഒരു ടീച്ചർ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ക്വസ്റ്റനിങ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ്. സോ അതവിടെ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ടീച്ചർ അവിടെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കുട്ടിക്ക് ഒരു
പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ക്രിട്ടിക്കൽ പെഡഗോജി അല്ല. അതെന്താണ്, ഇങ്ങനെ ആക്ടിവിറ്റി സെൻറ്റേർഡ് മെത്തേഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് അല്ലേ. ഇത് ബിഹേവിയറിസം എന്നുള്ളൊരു കാര്യത്തിൽ വരുന്നതല്ല, നമ്മുടെ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു കാര്യത്തിൽ വരുന്നതാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റീസിലൂടെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ എ സ്റ്റുഡൻറ് റീഡ്സ് ഓർ റൈറ്റ്സ് 17 for 71, റീഡ്സ് ആർ ദർ ഫോർ ദർ ആർ ആൻഡ് ഓൾവേസ് കീപ്സ് ദ ലെറ്റേഴ്സ് അൺഫിനിഷ്ഡ് വൈൽ നോട്ട് ടേക്കിംഗ്. ദി സ്റ്റുഡൻറ് ഈസ് സഫറിങ് ഫ്രം. അപ്പോൾ ഇതും ശരിക്കും നിങ്ങൾ ഇവിടെ ബി എഡിലൊക്കെ പഠിച്ച കാര്യമായിരിക്കും. നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഡിസ്ലെക്സിയ നിങ്ങൾക്കറിയാം, ഡിസ്ഗ്രാഫിയ നിങ്ങൾക്കറിയാം, ഡിസ്പ്രാക്സിയ നിങ്ങൾക്കറിയാം, ഡിസ്കാൽക്കുലിയ നിങ്ങൾക്കറിയാം അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ ബി എഡിൽ ഇതൊക്കെ പഠിച്ചു. ആ പഠിച്ചത് വെച്ചിട്ടാണ് നമ്മളൊരു എക്സാം ഹാളിൽ പോകുന്നത്. പക്ഷേ എക്സാം ഹാളിൽ പോയി കണ്ട ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇത്, ആദ്യം കാണിച്ച ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് അല്ലേ. അപ്പോൾ ഇത് ഡിസ്ലെക്സി ആണോ ഡിസ്ഗ്രാഫി ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. കാരണം എ സ്റ്റുഡൻറ് റീഡ്സ് ഓർ റൈറ്റ്സ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ. റീഡ്സ് ഓർ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡിസ്ലെക്സിയും വരാം ഡിസ്ഗ്രാഫിയും വരാം. പക്ഷേ കണ്ടോ 17 for 71 അങ്ങനെ പറയുന്നുണ്ട്. ദെൻ റീഡ്സ്, അവിടെ രണ്ടാമതായിട്ട് റീഡ്സ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആർ ദർ ഫോർ ദർ ആർ, അതായത് ദർ ആറിന് പകരം എന്താണ് ആ കുട്ടി വായിക്കുന്നത്, ആർ ദർ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം അല്ലേ. ആ റീഡ്സ് എന്ന് കാണുമ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിസ്ലെക്സി ആണ് എന്ന് നമുക്ക് മനസ്സിലാവാം. ഇനി അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ അടുത്തൊരു കാര്യം അവർ പറയുന്നുണ്ട്, ആൻഡ് ഓൾവേസ് കീപ്സ് ദ ലെറ്റേഴ്സ് അൺഫിനിഷ്ഡ് വൈൽ നോട്ട് ടേക്കിംഗ്. അതായത് ബോർഡിലുള്ള കാര്യം നമുക്ക് നോക്കി മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മളിവിടെ എഴുതുന്നത് അല്ലേ. അങ്ങനെ പകർത്തുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പകർത്തുന്ന സമയത്ത് അവിടെ സ്കിപ്പ് ചെയ്യുന്നു, വേർഡ്സിന് സ്കിപ്പ് ചെയ്യുന്നു പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ലെക്സിയ, ഡിസ്ലെക്സിയൻ്റെ ഫീച്ചറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ പല സ്റ്റുഡൻസും ഇപ്പം ഞാൻ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും പല സ്റ്റുഡൻസും തെറ്റിച്ചൊരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈവിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസും തെറ്റിച്ചൊരു ക്വസ്റ്റൻ ആണിത്. കാരണം അവർക്ക് കൺഫ്യൂസ്ഡ് ആണ്, ഡിസ്ലെക്സി ആണോ ഡിസ്ഗ്രാഫി ആണോ എന്നുള്ളത്. പിന്നെ നോട്ട് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ എഴുതുവാണ് അല്ലേ. അപ്പോൾ അത് ഡിസ്ഗ്രാഫിയിലാണോ വരിക എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ അത് കൺഫ്യൂസ്ഡ് ആവേണ്ട, ഓപ്ഷൻ എ ഡിസ്ലെക്സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോട്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ. നോട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്കറിയാം, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്കറിയാം. അതൊക്കെ നമ്മൾ ബി എഡിനും എം എഡിനൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ്. അതായത് ചിലപ്പോൾ ചിലവർ നോട്ട് ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ അസസ് ദ ലെവൽ ഓഫ് കോമ്പിറ്റൻസ് കാണുമ്പോൾ തന്നെ അത് നമ്മുടെ അച്ചീവ്മെന്റ് ടെസ്റ്റിൻ്റെ ആണ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ എ എന്ത് ചെയ്യും, അവിടെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രാക്ടീസ് തന്നെ വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓരോ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് സിംപ്ലി നമ്മുടെ പിയാഷയെ കുറിച്ച് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പിയാഷയുടെ തിയറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചവരായിരിക്കും അല്ലേ. പിയാഷയെ കുറിച്ച് അറിയാം. പിയാഷ ഇല്ലാത്തൊരു ബി എഡ് ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പിയാഷയെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചവരായിരിക്കും. ഇനിയിപ്പോൾ ഗ്യാപ്പ് വന്നവർക്ക് മാത്രമാണ് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നവർ പോലും ചിലപ്പോൾ പിയാഷനെ മറക്കില്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കേ. Valsala is a teacher educator who made the following statements in the classroom while teaching the theory of Piaget. ഒന്നാമത്തേതാണ്, Piaget is a genetic epistemologist. That is one who focuses on the origins of thinking. Then, according to Piaget, children are born with a very basic mental structure. And മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, equilibrium occurs when child schemas can deal with most new information through assimilation. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. നോക്കിക്കേ, ഓൺലി 1 ഈസ് കറക്റ്റ്, ഓൺലി 3 ഈസ് കറക്റ്റ്, ബോത്ത് 1 and 3 ആർ കറക്റ്റ്, ദെൻ ഓൾ ആർ കറക്റ്റ്. ഇതാണ് ഇവിടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പിയാഷയെ കുറിച്ച് അറിയുവാണെങ്കിലും നമുക്കിതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടില്ലേ അല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമുക്കറിയാം Piaget ഈസ് എ ജനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് ആണ്. സോ ഒന്നുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി.
പക്ഷെ ഒന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ സി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ, അക്കോർഡിംഗ് ടു പിയാഷെ ചിൽഡ്രൻ ആർ ബോൺ വിത്ത് എ വെരി ബേസിക് മെന്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അവിടെ പിയാഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ബേസിക് യൂണിറ്റ് ആണ് നമ്മുടെ സ്കീമ എന്ന് പറയുന്നത് അല്ലേ, ബേസിക് യൂണിറ്റ് ആണ് നമ്മുടെ സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്താണ് ഇവിടെ റൈറ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും, കാരണം 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷൻ ഇല്ല, ഓൾ ആർ കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഓൾ ആർ കറക്റ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ജസ്റ്റ് നോക്കാം. ഇക്വിലിബ്രിയം ഒക്കേഴ്സ് വെൻ എ ചൈൽഡ് സ്കീമ ക്യാൻ ഡീൽ വിത്ത് മോസ്റ്റ് ന്യൂ ഇൻഫർമേഷൻ ത്രൂ അസിമിലേഷൻ. അതും അവിടെ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത് എങ്ങനെയായിരിക്കും, അവിടെ അസിമിലേഷൻ എന്നുള്ളൊരു വാക്ക് മാത്രമേ ഉള്ളൂ, അക്കമഡേഷൻ എന്നുള്ളൊരു വാക്കില്ല അല്ലേ. നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇക്വിലിബ്രേഷനിലോട്ട് എത്തുന്നത് ത്രൂ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ ആണ്. അപ്പോൾ പലരും വിചാരിക്കും അസിമിലേഷൻ മാത്രമല്ലേ അവിടെ ഉള്ളൂ, അക്കോമഡേഷൻ ഇല്ലല്ലോ, അപ്പോൾ അത് തെറ്റല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതുമായിട്ടൊന്ന് സെറ്റ് ആവുക, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ ഇക്വിലിബ്രേഷൻ ഒക്കേഴ്സ് വെൻ ചൈൽഡ് സ്കീമ ക്യാൻ ഡീൽ വിത്ത് മോസ്റ്റ് ന്യൂ ഇൻഫർമേഷൻ ത്രൂ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അസിമിലേഷനും അക്കോമഡേഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ് ആണ്, 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, അപ്പോൾ അതും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. കാരണം നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ 2 എണ്ണം, ഇപ്പോൾ 1 and 2 ആണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ഓപ്ഷനിൽ തരുവാണ്, മൂന്നാമത്തെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. സോ ഓൾ ആർ കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, 1 and 2 ആർ കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പെടും അല്ലേ. കാരണം നമുക്ക് മൂന്നാമത്തെയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഞാനൊരു ഡീപ്പ് ലെവൽ നോളജിൻ്റെ ആവശ്യമുണ്ട് എന്ന കാര്യം പറഞ്ഞത്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ ഇതൊക്കെ പഠിക്കണ്ടേ, അപ്പോൾ ടൈം കിട്ടില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആവാനല്ല പറയുന്നത്. ആ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഡീപ്പ് ലെവലിൽ പഠിക്കേണ്ട കാര്യം ഡീപ്പ് ലെവലിൽ പഠിക്കുന്നു, അല്ലാതെ ചുമ്മാ വായിച്ചു വിടുന്ന ടോപ്പിക്സ് ഉണ്ട്, ഉറപ്പായിട്ടും അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ചുമ്മാ വായിച്ചു വിടുന്നു. അത് ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് അത്യാവശ്യം എഴുതേണ്ട രീതിയിൽ വായിച്ചു വിടുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സെറ്റ് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Anjana is a mathematics teacher. Consider 3 actions of Anjana in the school and choose the right answer. So Anjana congratulated Tina for getting highest marks in the terminal mathematical examination. Then Lisa always complains of a headache when it is time to start doing her mathematics problems. Anjana allows Lisa to lie down without doing her homework എന്നുള്ളതാണ്. Then മൂന്നാമത്തെ കാര്യം, അഞ്ജന ഗേവ് എക്സ്ട്രാ ഹോംവർക്ക് ടു സുരേഷ് ഫോർ മേക്കിംഗ് മിസ്റ്റേക്സ് ഇൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ, 1 ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, 2 ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് 3 ഈസ് പണിഷ്മെന്റ്. ദെൻ രണ്ടാമത്തെ 2 ഈസ് പണിഷ്മെന്റ്, 1 ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് 3 ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. Then 1 is positive reinforcement and 2 and 3 are negative reinforcement. Then except 1 all are punishment. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ പലർക്കും ഡൗട്ട് വരുന്നത് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ശരിക്കും പണിഷ്മെൻ്റ് ആണോ എന്ന് വിചാരിക്കുന്ന പല സ്റ്റുഡൻസ് ഉണ്ട്. പലരും വിചാരിച്ചിട്ടുണ്ടാവും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെയല്ലേ പണിഷ്മെൻറ്റ്. അപ്പം നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ഇപ്പോൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ബി എഡിൽ പഠിക്കുന്ന സമയത്ത് കുറേ പേര് എന്താണ് തെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഡൗട്ട് തോന്നിയിട്ടാണ്, ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചത് തന്നെ അങ്ങനെ തെറ്റായിട്ടായിരിക്കാം. അപ്പോൾ അവിടെ അവർക്കൊരു തെറ്റിദ്ധാരണയാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും പോസിറ്റീവ് പണിഷ്മെൻറ്റും സെയിം അല്ലേ എന്നുള്ളത്. പക്ഷെ അത് സെയിം അല്ല, അത് നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ബിഹേവിയറിനെ ഫെസിലിറ്റേറ്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ആണ് ചെയ്യുന്നത്. അതായത് അവിടെ പോസിറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്, ലേണിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൊടുത്തുകൊണ്ട്, ഇപ്പോൾ റിവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സോ ഒന്നാമത്തെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി
എന്താണ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്? നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ് രണ്ടാമത്തെ. അതായത് അവിടെ ശരിക്കും ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിഹേവിയറിനെ ഫെസിലിറ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? ത്രൂ റിമൂവിങ് സംതിങ്, അല്ലെങ്കിൽ റിമൂവിങ് ദി അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. നമുക്ക് അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ബിഹേവിയർ നല്ല രീതിയിൽ തന്നെ ആവുന്നുള്ളതാണ്, അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നുള്ളതാണ്. സോ അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലേ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് നോക്കിക്കേ, ലിസ ഓൾവേസ് കംപ്ലൈൻസ് ഓഫ് എ ഹെഡ് ഏക്ക് വെൻ ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് ഡൂയിങ് ഹെർ മാത്തമാറ്റിക് പ്രോബ്ലം. സോ അഞ്ജന അലൗസ് ലിസ ടു ലൈ ഡൗൺ വിത്തൗട്ട് ഡൂയിങ് ഹെർ ഹോംവർക്ക്. അപ്പോൾ അവിടെ ഹോംവർക്കിന് റിമൂവ് ആണ് ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ ആ ടൈമിൽ എക്സ്ട്രാ ഹോംവർക്ക് കൊടുത്ത് എന്ത് പറ്റും? അവളുടെ ബിഹേവിയർ തന്നെ എന്തായി പോവും? മോശമായി പോവും, അല്ലെങ്കിൽ ലേണിംഗ് അവിടെ നടക്കില്ല അല്ലേ? അപ്പോൾ അതിന് പകരം റിമൂവിങ് സംതിങ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ലേണിംഗ് നല്ല രീതിയിൽ ശരിക്കും നടക്കുകയാണ് ചെയ്യുന്നത്. തലവേദന മാറിക്കഴിഞ്ഞാൽ പഠിക്കും അല്ലേ? അപ്പോൾ അവിടെ അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, അഞ്ജന ഗേവ് എക്സ്ട്രാ ഹോംവർക്ക് ടു സുരേഷ് ഫോർ മേക്കിംഗ് മിസ്റ്റേക്സ്. കണ്ടോ? അവിടെ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ എക്സ്ട്രാ ലോഡാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് ഇവിടെ ഗേവ് എക്സ്ട്രാ ഹോംവർക്ക് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കൊടുക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് അല്ലേ? കൊടുക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണിത്, പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നോക്കിക്കേ, 1 ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, 2 ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് 3 ഈസ് പണിഷ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കറക്റ്റ് ആണോ തെറ്റാണോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരാം. ഒരു അസേർഷൻ ആൻഡ് റീസൺ തന്നിട്ട് ആ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ എന്ന് നമുക്ക് അതിൻ്റെ പ്രോപ്പർ റീസൺ ആണോ എന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം എന്നുള്ളതാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പാരൻസ് ക്യാൻ അഡോപ്റ്റ് ദ മെത്തേഡ് ഓഫ് കാതാസിസ് ഫോർ ദെയർ അഡോളസെന്റ് വർഡ്സ്. ദെൻ അടുത്തത്, കഥാസിസ് ഈസ് എ ഗുഡ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ചാനൽസ് ഫോർ ദ റിലീസ് ഓഫ് ഇമോഷണൽ എനർജി. അപ്പോൾ ഇത് കേട്ടിട്ടുള്ളവരുണ്ടോ കേൾക്കാത്തവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് കേട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതും കൂടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇനി പഠിച്ചാലും സെറ്റ് കിട്ടും, ഇനി പഠിച്ചാലും സെറ്റ് കിട്ടും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. ആ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് പഠിക്കാൻ ഇനി ഇത്രയും ദിവസങ്ങളുണ്ട്, 75 ദിവസമുണ്ട് അല്ലേ? പക്ഷെ ആ 75 ദിവസം എന്നുള്ളത് നമുക്ക് ആ 75 ദിവസത്തിൽ ഒരു ദിവസം പോലും മിസ്സാക്കാതെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇനി ഈ 75 ദിവസമല്ലേ ഉള്ളൂ, സോ സെറ്റ് കിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇനി പഠിച്ചാലും നമുക്ക് സെറ്റ് കിട്ടും. സോ അതുകൊണ്ട് പഠിക്കേണ്ടതുപോലെ പഠിക്കാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ CC കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ CCയിൽ ഇപ്പോൾ 75 ഡേയ്സിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച ഒരുപാട് പേർക്ക് കഴിഞ്ഞ തവണ സെറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 9746455514. ഏതാണ്? 9746455514 എന്നുള്ളൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് നമ്മുടെ സെറ്റിൻ്റെ പഠനം ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡിസിഷനൊക്കെ എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് സൈക്കോളജി പഠനം നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ലൈവിലാണെങ്കിലും കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.